ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആർഎസ്എസിൽ നിന്ന് ബിജെപിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് പിന്നാലെയും തുടരുകയാണ്. ആർഎസ്എസ് തലവൻ മോഹൻ ഭാഗവത് പരോക്ഷ വിമർശനത്തിലൂടെ തുടങ്ങിവെച്ച പുതിയ നീക്കം മറ്റ് നേതാക്കളും ഏറ്റുപിടിച്ചിരിക്കുകയാണിപ്പോൾ. ഏറ്റവും ഒടുവിൽ ബിജെപി ഐ ടി സെല്ലിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന സംഘപരിവാർ നേതാവും എഴുത്തുകാരനുമായ രത്തൻ ശർദ. നേരത്തെയും ആർഎസ്എസ് മുഖപത്രം ഓർഗനൈസറിൽ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കടുത്ത ബിജെപി വിമർശനം നടത്തിയിരുന്നു രത്തൻ ശർദ. നിലവിൽ ബജറ്റിനെതിരായ വിമർശനങ്ങൾക്കെതിരായ ബിജെപി ഐ ടി സെൽ തലവൻ അമിത് മാളവയുടെ പരിഹാസങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ബിജെപി ഐ ടി സെല്ലിന്റെ ഈ പെരുമാറ്റം ഗുരുതരമായ പ്രശ്നമാണെന്ന് തന്നെ രത്തൻ എക്സിൽ കുറിച്ചു. എല്ലാവരും ഈ രാത്രി ഇൻഡെക്സേഷൻ സ്പെഷ്യലിസ്റ്റുകളായി മാറിയിരിക്കുകയാണെന്നായിരുന്നു എക്സിലൂടെ അമിത് മാളവയുടെ പരിഹാസം. ഇതിനുള്ള മറുപടിയായാണ് രത്തൻ ശർദ രംഗത്തെത്തിയിരിക്കുന്നത്. ബിജെപി ഐ ടി സെല്ലിന്റെ ഈ സമീപനം ഗുരുതരമായ പ്രശ്നമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. 2024 ബജറ്റിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ലളിതമായ ആശയവിനിമയം നടത്തുന്നതിനു പകരം പൗരന്മാരെ ട്രോളുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭീതിക്കുള്ള മറുപടി നൽകാൻ നോക്കൂ. അവരെ അപമാനിക്കരുതെന്നും അമിത് മാളവിയെ ടാഗ് ചെയ്ത് രത്തൻ കുറ്റപ്പെടുത്തി. രത്തൻ ശർദയുടെ വിമർശനം ഏറ്റുപിടിച്ച് സംഘപരിവാർ ബിജെപി അനുഭാവികളടക്കം നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ അമിത് മാളവ്യ വിവാദ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അമിത് പോസ്റ്റ് പിൻവലിച്ചെന്നും എപ്പോഴും നല്ല ബോധമാണ് നയിക്കേണ്ടതെന്നും രത്തൻ ശർദ പിന്നീട് എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ജൂൺ 8 മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയായിരുന്നു രത്തൻ ശർദ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തെരഞ്ഞെടുപ്പ് വിശകലന ലേഖനം എഴുതിയത്. ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസറിലെ പങ്ക്തിയിലായിരുന്നു ബിജെപിയുടെ അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിമർശനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അമിത ആത്മവിശ്വാസം കൊണ്ട് നടക്കുന്ന ബിജെപി കാര്യകർത്താക്കൾക്ക് തിരിച്ചറിവിനുള്ള അവസരമാണ് തുറന്നിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 400 ആഹ്വാനം അവർക്കുള്ള ദൗത്യവും പ്രതിപക്ഷത്തിനുള്ള മുന്നറിയിപ്പുമായിരുന്നുവെന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞില്ല. സ്വന്തം സൗകര്യങ്ങളിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അത്തരം ബിജെപി നേതാക്കളും പ്രവർത്തകരും. തെരുവിലെ ശബ്ദങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ലെന്നുമെല്ലാം ലേഖനത്തിൽ വിമർശനമുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി സംഘപരിവാർ എഴുത്തുകാരനും ചിന്തകനുമായി അറിയപ്പെടുന്നയാളാണ് രത്തൻ ശർദ. RSS എവല്യൂഷൻ ഫ്രം ആൻ ഓർഗനൈസേഷൻ ടു എ മൂവ്മെന്റ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ദി RSS വേ ഉൾപ്പെടെ RSSനെ കുറിച്ച് മാത്രം 7 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1975-77 അടിയന്തരാവസ്ഥ കാലത്ത് സംഘപരിവാർ വിദ്യാർത്ഥി വിഭാഗമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അടിയന്തരാവസ്ഥ നടപടികളുടെ ഭാഗമായി ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. RSSനെ കുറിച്ചുള്ള ഗവേഷണത്തിന് PhDയും ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ദേശീയ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും RSS വക്താവായി എത്താറുള്ള മുതിർന്ന നേതാവ് കൂടിയാണ് രത്തൻ ശർദ. അതുകൊണ്ടുതന്നെ ശർദയുടെ ബിജെപി വിമർശനത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്.